ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബോഗ് ടാബ് സിറ്റി പ്രൊസീഡ് അറ്റാക്കിങ് അങ്ങനെയൊന്നുമില്ല. ആർജിഎസ് ഹൈനെക്സ് സ്റ്റാർട്ട്. ഓക്കെ എടാ ഒരു കുഴപ്പമില്ല പോട്ടെ. സെക്കൻഡ് ബോഗ് അപ്പോൾ ആർജിഎസ് വേഴ്സസ് ഹൈനെക്സ് ആണ്. ഒരു 9 പേരുള്ളല്ലോ. ഹൈനെക്സ് 9 പേരുള്ളൂ. ആരോ കത്തിപ്പോയെന്നാണ്. ഇവർ 10 പേരുണ്ട്. ആർജിഎസ് 10 ഉണ്ട്. ജീസസ് ചോദിച്ചില്ലേ ഗണ്ണിന്റെ ഓണർ, ഗണ്ണുണ്ടാക്കിയവൻ എന്താ പിടിച്ചോടിച്ചോ. നേരത്തെ ആരോ ചോദിച്ചിരുന്നു ആരോ ഗണ്ണുണ്ടാക്കിയെന്ന്. ഇതേ ഐനെക്സ് ഓടി ഇവർ 4 പേര് മാത്രം ഇവിടെ എത്തിയാ. എടാ നീന്തി പോകുന്നറാ. ആദ്യമായിട്ട് ഇങ്ങനൊക്കെ കാണുന്ന കേട്ടാ. പക്ഷെ നഷ്ടക്കച്ചവടല്ലേ. ഇങ്ങോട്ടാ. പോയി നീന്തി ടൈമായ ഇവരും കയറിയ. ഐനെക്സ് അതുവഴി കയറി. ഈ ഡും ലാസ്റ്റത്തെ ഒരു 5 സെക്കൻഡിൽ വല്ലതും ആക്കണം. തുടങ്ങുമ്പോ തട്ടി ഇടിയത്. ഐനെക്സ് നൈസായിട്ട് വരെ ഇവിടെ ട്രാപ്പ് ആക്കിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഈ കത്തിക്കണം പയ്യൻ. ഫൈറ്റ് കാണിച്ചു. വെപ്പൺസ് ആക്റ്റീവായി. അടി തുടങ്ങി. ആർജിഎസ് ഷിബു വളഞ്ഞു. ഓക്കെ 1 ഡൗൺ. ഷിബു പോലീസ് ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പൊ 9 vs 9 ആയിട്ടുണ്ട്. കൗണ്ട് ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ ഡിസ്നി ഡൗൺ. സാബ്സ് ഡൗൺ ആർജിഎസിൽ. അടേ നോയലിനെ കണ്ടില്ലേ. നോയലിന്റെ ആർമർ അടിച്ചു കളഞ്ഞു. റൈസത്തോടെ മൈക്കി. വെടിവെട്ടരാജ് ഡൗൺ. ഹൈനെക്സ് നൈസ്. ഒരു പിക്ക് എടുത്തിട്ടാണ് വീണ്. മോഹൻലാലിനെ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വീണതാണ്. അല്ലല്ലേ നോയൽ കോട്ടാണ് അടിച്ചത്. നോയൽ കോട്ട് അടുത്ത പിക്ക് എടുത്ത് പെട്ടെന്ന് അടിച്ചിട്ടോ. അതെങ്ങനെ വേണേ തലയും കുത്തി വീണ. തീർന്നാ ഇല്ല. കുട്ടികൃഷ്ണനുണ്ട്. റെക്സിനെ നോയൽ ഗോഡൻ അടിച്ച്. നോയൽ ഗോഡ് റെക്സിനെ അടിച്ചിട്ട് ടീം കിൽ. ഐ തിങ്ക് ഓൾ ഡൗൺ ആയി. എല്ലാം പടപടയെന്ന് കണ്ടിട്ട് തീരും. ചെറിയ ബോക്കതാ. ഒരെണ്ണം 3-4 നമുക്ക് നടത്താൻ പറ്റും ദിവസം. ജി അപ്പോൾ ഹൈനെക്സ് ക്യാപ്ചേർഡ് ടാബ് സിറ്റി. ജി